നമസ്കാരം. സഹാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഇവിടെ പഠിക്കുവാൻ പോകുന്നത്. സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ റിഡ്രസൽ ആക്ട് 2013. പോഷ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നതും ഔദ്യോഗികമായി ഇങ്ങനെ ഒരു ചുരുക്കപ്പേര് ഇല്ലാത്തതുമായൊരു നിയമമാണ് പോഷ് എന്ന് പറയുന്നത്. നമ്മൾ പറയാൻ എളുപ്പത്തിന് പോഷ് എന്ന് നമ്മൾ വാക്ക് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. പോഷ് ആക്ട് എന്നാണ് സാധാരണ നമ്മൾ ഒരു വിളിപ്പേരിൽ അറിയപ്പെടുന്നത്. ഈ ആക്ടിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളാണ് ഈ ഒരു നിയമത്തിൻ്റെ സീരീസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ റിഡ്രസൽ ആക്ട് 2013. ആക്ടിൻ്റെ പൂർണ്ണ രൂപം വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും അറിയാത്തത് കൊണ്ടും എല്ലാവരും അതിനെ ബോധർ ചെയ്യാത്തത് കൊണ്ടും ആക്ടിൻ്റെ പൂർണ്ണ രൂപം അറിഞ്ഞിരിക്കുന്നതും അത്യന്താപേക്ഷിതമാണ്. ദ സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ റിഡ്രസൽ. തടയൽ, നിരോധനം, പരിഹാരം എന്നാണ് പറയുന്നത്. ആദ്യം തടയണം, പിന്നെ വീണ്ടും വരികയാണെങ്കിൽ നിരോധിക്കുകയാണ്, പിന്നെന്താ അതിനുശേഷം പരിഹാരം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പരിഹാരം, അല്ലേ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ ഈ ആക്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം സുരക്ഷിതമായ ഒരു തൊഴിലിടമെന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു മൗലിക അവകാശമാണ്. അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ലൈംഗിക അതിക്രമത്തിൽ, തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്രമത്തിൽ നിന്നും അവർക്ക് സുരക്ഷ നൽകുവാനുമായിട്ടും പ്രധാനമായ അതിനോടുള്ള അനുബന്ധമായിട്ടുള്ള തടയൽ, നിരോധനം, പരിഹാരം തുടങ്ങിയ കാര്യങ്ങൾ, പരാതി കൊടുത്താൽ അതിന്മേൽ പരിഹാര പ്രക്രിയയെ സംബന്ധിച്ച കാര്യങ്ങളും, ഏറ്റവും പ്രധാനമായി സ്ത്രീകളുടെ സമത്വം, ജീവിക്കുവാനുള്ള അവകാശം, അന്തസ്സോടുകൂടി ജീവിക്കുവാനുള്ള അവകാശം, പിന്നെയോ റൈറ്റ് ടു പ്രാക്ടീസ് പ്രൊഫഷൻ ഇൻ എ സേഫ് എൻവയോൺമെൻറ്റ് ഫ്രീ ഫ്രം സെക്ഷൽ ഹറാസ്മെൻറ്റും ആണ് പ്രധാനമായിട്ടും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അപ്പം ഈ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് പ്രിവെൻഷൻ ആൻഡ് റിഡ്രസൽ ഓഫ് കംപ്ലൈൻറ്റ്, upholds women's fundamental rights to equality, life with dignity, and right to practice profession in a safe environment free from sexual harassment. ഈ സെക്ഷൽ ഇവിടെ വരേണ്ടതായിരുന്നു, സെക്ഷൽ ഹറാസ്മെന്റ്. ഓക്കെ, അപ്പം ആൻഡ് ദ റൈറ്റ് ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഇൻ എ സേഫ് എൻവയോൺമെന്റ് ഫ്രീ ഫ്രം സെക്ഷൽ ഹറാസ്മെന്റ്. ഇതാണ് പ്രധാനപ്പെട്ട ഈ നിയമത്തിൻ്റെ അകത്ത് പറയുന്ന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 3 ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. പ്രധാനമായിട്ടും വിമൻസ് ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ഇക്വാളിറ്റി. ഇക്വാളിറ്റി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 വരുന്നതാണ്. ഭരണഘടന അനുച്ഛേദം 14 ആർട്ടിക്കിൾ 14 വരുന്നതാണ്. പിന്നെ ലൈഫ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്നത് 21 ആർട്ടിക്കിൾ 21. റൈറ്റ് ടു പ്രാക്ടീസ് പ്രൊഫഷൻ 19 ആർട്ടിക്കിൾ 19 വരുന്നതാണ്. പ്രധാനപ്പെട്ട ഗോൾഡൻ ട്രയാങ്കിൾ റൈറ്റ്സ് എന്നറിയപ്പെടുന്ന മൗലിക അവകാശങ്ങളാണ് 14, 19, 21. ഈ 3 അവകാശങ്ങളും മൗലിക അവകാശങ്ങളെയും സംരക്ഷണവും അതിൻ്റെ ലക്ഷ്യവുമാണ് ഈ ഒരു ആക്ടിൻ്റെ ഒരു ഉദ്ദേശമെന്ന് പറയുകയും, പിന്നെ ദിസ് ഈസ് ഇൻ ലൈൻ വിത്ത് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് റെക്കഗ്നൈസ്ഡ് ബൈ ദ കൺവെൻഷൻ ലൈക്ക് ദി കൺവെൻഷൻ ഓൺ ദി എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് വിമൻ റാറ്റിഫൈഡ് ബൈ ഇന്ത്യ. ഈ കൺവെൻഷൻ്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗം ജെൻഡർ സ്റ്റഡീസ് ഒക്കെ നോക്കുന്നവർക്ക് മനസ്സിലാവും. സീഡോ എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ ഉണ്ട്, പ്രധാനപ്പെട്ട കൺവെൻഷനാണ്. 1979 കൺവെൻഷൻ. അതാണ് കൺവെൻഷൻ ഓൺ ദി എലിമിനേഷൻ ഓഫ് ഓൾ ഫോം ഓഫ് ഡിസ്ക്രിമിനേഷൻ എഗൻസ്റ്റ് വിമൻ റാറ്റിഫൈഡ് ബൈ ഇന്ത്യ. ഇന്ത്യ അത് ഒപ്പുവെച്ചിട്ടുണ്ട്. അതാണ് റാറ്റിഫൈഡ് ബൈ ഇന്ത്യ എന്ന് പറയുന്നത്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള എല്ലാതര വിവേചനങ്ങളും ഉന്മൂലനം ചെയ്യുവാനുള്ള കൺവെൻഷനായിരുന്നു 1979 സീഡോ കൺവെൻഷൻ എന്ന് പറയുന്നത്. ആ കൺവെൻഷനിൽ പറയുന്ന ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാനും മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനും സുരക്ഷിതമായ തൊഴിലിടം ഉറപ്പുവരുത്താനും വേണ്ടി ആണ് ഈ നിയമം രൂപീകരിച്ചിരിക്കുന്നത്. ദ സെക്ഷൽ ഹറാസ്മെന്റ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ റിഡ്രസൽ ആക്ട് 2013. ഇനി ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റ് നോക്കുമ്പോൾ, ചരിത്രപരമായി നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കേസ് വരുന്നത്, പോഷ് ആക്ട് വരുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനമായൊരു കേസ് എന്ന് പറയുന്നത് വിശാഖ ഗൈഡ് ലൈൻസ് ആണ്. വിശാഖ കേസ് ലോ എന്നാണ് ഈ ഒരു ആക്ട് ഡെവലപ്പായി വന്നത്. അതിനുമുമ്പ് രൂപൻ ബജാജിൻ്റെ കേസുണ്ട്. രൂപൻ ബജാജ് എന്ന് പറഞ്ഞ കേസ് മുമ്പും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന വിശാഖ കേസ് വരുന്നത്. രൂപൻ ബജാജ് എന്ന് പറഞ്ഞൊരു കേസുണ്ട് വേഴ്സസ്
MS ഗിൽ ഒരു കേസുണ്ട്. അതിനുശേഷം വിശാഖ കേസ് വരുന്നത്. അതിൽ സെക്ഷൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ലൈംഗിക അതിക്രമത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കേസാണ് രൂപൻ ബജാജ് വേഴ്സസ് MS ഗിൽ എന്ന് പറയുന്നതും. പിന്നെ അതിനുശേഷം വിശാഖ ഗൈഡ് ലൈൻസ് 1997 വിശാഖ ഗൈഡ് ലൈൻസ് പ്രധാനമാണ്. അതിനും ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു ആക്ട് നിലവിൽ വന്നിരിക്കുന്നത്. വിശാഖ ആൻഡ് അതേഴ്സ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ ഏറ്റവും പ്രധാനമായിട്ട് കേസിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് ഒരു ബാലവിവാഹം തടയാൻ ശ്രമിച്ച ഭൻവാരി ദേവി അവർ പീഡനത്തിന് വിധേയമാവുകയും അവിടെയുള്ള ആൾക്കാർ അവരെ പീഡിപ്പിക്കുകയും തുടർന്നുള്ള അവർക്കൊരു സ്വസ്ഥമായി സുരക്ഷിതമായി തൊഴിലെടുക്കാനുള്ള ഒരു വർക്ക് പ്ലേസ് ഇല്ല എന്നവർക്ക് മനസ്സിലാവുകയും അവരുടെ ഈ അവകാശ ലംഘനത്തിന് വിശാഖ എന്ന NGO സംഘടന ആണ് ഈ പറയുന്ന ഈ ഒരു കേസുമായിട്ട് ഭൻവാരി ദേവിക്ക് വേണ്ടി മുന്നോട്ട് വന്നത്. ഇല്ല, കേസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. കേസിൻ്റെ കാര്യം, ഭൻവാരി ദേവി എന്ന് പറഞ്ഞാൽ സാത്തിൻ സ്കീമിലൊരു വനിതയാണ്. സാത്തിൻ സ്കീം എന്ന് പറഞ്ഞ് അവിടെ നമ്മുടെ ഇവിടുത്തെ ആശാ വർക്കർ പോലെ തന്നെ അവിടെ ഒരു സാത്തിൻ സ്കീമുണ്ട്. അപ്പം അവിടെ ഈ പ്രധാനമായിട്ട് അവർ ജോലി ചെയ്തിരുന്നൊരു 300 രൂപയ്ക്ക് മാസത്തിൽ 300 രൂപ മാത്രം ശമ്പളം ഒരു ഹോണറേറിയം പോലെയാണ് അവർ ജോലി ചെയ്തത്. അവിടെ സ്വമേധയാ ഈ ബാലവിവാഹം ശൈശവ വിവാഹം തടയാനുള്ള ഒരു ശ്രമം അവരവിടെ നടത്തുകയുണ്ടായി. അപ്പം അവരുടെ ഈ ഒരു ശ്രമം ഗുജ്ജർ സമുദായത്തിലാണ് അവർ വരുന്നത്. അവരുടെ ഈ ശ്രമത്തെ ഇഷ്ടമല്ലാത്ത കുറേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ജാതീയപരമായിട്ട് സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിന്നിരുന്നു. അവിടെ ഒരു വീട്ടിൽ ഒരു ദിവസം ഇവർ കടയിൽ ഇങ്ങനെ ഒരു പാല് മേടിക്കാനായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് അവിടെ ഇന്നത്തെ പാലൊക്കെ തീർന്നു. കാരണം അവിടെ ഒരു വീട്ടിൽ ഒരു കല്യാണം നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം കല്യാണം നടക്കുമ്പം ഈ ആശാ വർക്കർമാരെ നമുക്കറിയാം അല്ലേ, നമുക്ക് അവരൊക്കെ നമ്മുടെ സകലമായ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട്, എന്തൊക്കെ അസുഖങ്ങളുണ്ട്, വേറെ ആരെങ്കിലും ഉണ്ട്, ആരൊക്കെ ഉണ്ടെന്നൊക്കെ എല്ലാ ഡീറ്റെയിൽസും അറിയാം. അപ്പം ആശാ വർക്കറായ അല്ലെങ്കിൽ ഈ സാത്തിൻ സ്കീമിലെ വർക്കറായ ഭൻവാരി ദേവിക്കും ഈ പറയുന്ന ഇതിപ്പോൾ ആരുടെ കല്യാണം, അവിടെ തന്നെ പ്രായപൂർത്തിയായ ആരും ഇല്ലല്ലോ. പിന്നെ അറിയാൻ സാധിച്ചത് ബാലവിവാഹമായിരുന്നു. ബാലവിവാഹം എന്ന് പറയാമല്ല, ശൈശവവിവാഹം എന്നാണ് പറയുന്നത്. ആ ശൈശവവിവാഹം എന്ന് പറയുന്നത് തന്നെ 9 മാസം പ്രായമുള്ള കുഞ്ഞുമായിട്ടുള്ള വിവാഹമാണ് അവിടെ നടക്കാനിരുന്നത്. അപ്പോൾ അതിന് പോലീസുകാരെ കൊണ്ട് ഇടപെട്ടിച്ച് അത് നിർത്തിക്കുകയും അത് അവിടെ ഫ്ലോപ്പാക്കുകയും ചെയ്തതിൻ്റെ പ്രതികാരം ഈ പറയുന്ന അവരുടെ വീട്ടുകാർ ഭൻവാരി ദേവിയോട് കാണിക്കുകയും ഭൻവാരി ദേവിക്ക് അവർക്ക് ക്രൂരമായ പീഡനത്തിന് വിധേയമാകുകയും ചെയ്തു. തുടർന്ന് അവരുടെ ഈ ഇഷ്യൂ ടേക്കപ്പ് ചെയ്യുന്നത് വിശാഖ എന്ന് പറഞ്ഞ NGO ആണ്. വിശാഖ ടേക്കപ്പ് ചെയ്യുന്നു, സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു. സുപ്രീം കോടതിയിൽ ആ കേസ് കേട്ടത് ജസ്റ്റിസ് JS വർമ്മയാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഒന്നും കൂടി വീണ്ടും പറയും. JS വർമ്മയാണ് ഈ കേസ് കേട്ടിരുന്നത്. അപ്പോൾ JS വർമ്മ അതുകൊണ്ട് തൊഴിലിടങ്ങളിൽ ലൈംഗിക അതിക്രമം ഇല്ലാതിരിക്കുകയും സുരക്ഷിതമായ തൊഴിലിടമെന്ന് പറഞ്ഞ മൗലികാവകാശമാണ് ആർട്ടിക്കിൾ 21 പ്രകാരമെന്ന് പറയുകയും സുരക്ഷിതമായ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാകാതിരിക്കാനുള്ള മാനദണ്ഡങ്ങൾ എല്ലാ തൊഴിലിടങ്ങളിലും അത് സ്ഥാപിക്കണമെന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി പല സർക്കാർ സ്ഥാപനങ്ങളിലും ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും അതിൻ്റെ ഭാഗമായിട്ട് വന്നിരുന്നു. പക്ഷേ ഒരു നിയമം എന്ന രീതിയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വിശാഖ ഗൈഡ് ലൈൻസ് ആണ് പോഷ് ആക്ടിനൊരു നിയമപരമായൊരു അടിത്തറ പാകിയത്. അപ്പം ഇത് പിന്നെ കുറേ വർഷത്തിന് ശേഷം 1997 ആ ഒരു സംഭവത്തിന് ശേഷം 2013 ഈ നിയമം പിന്നെ നിലവിൽ വരുന്നത്. എന്തിനാണ്? എൻഷുറിങ് എ ക്ലിയർ എൻഫോഴ്സിബിൾ ഫ്രെയിംവർക്ക് ഫോർ അഡ്രസ്സിങ് സെക്ഷൽ ഹറാസ്മെൻ്റ് ആണ് പ്രധാനമായ ഉദ്ദേശമെന്ന് പറയുന്നത്. ലെജിസ്ലേറ്റീവ് ടൈം ലൈൻ നോക്കാം ഇല്ലേ. പോഷ് ആക്ട് 2010 തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ലോക്സഭയിൽ 2012 പാസ്സായി. രാജ്യസഭയിൽ ഇത് പാസ്സായത് 2013. പിന്നെ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് എന്നാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് ഏപ്രിൽ 2013. ഇത് പ്രാബല്യത്തിൽ വരുന്നത് ഡിസംബർ 2013 ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. മാർക്കിംഗ് എ സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺ ഇന്ത്യസ് ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ പ്രൊട്ടക്ടിങ് വിമൻ അറ്റ് വർക്ക് പ്ലേസ്. ഏറ്റവും പ്രധാനമായ നിയമം. ഇപ്പം നമുക്ക് ഇവിടെ നിങ്ങളിപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കിലയിലൊക്കെ ട്രെയിനിങ്ങിലൊക്കെ പോവുകയാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് ഒക്കെ ഉണ്ട്. പോഷ് ഇതിപ്പോൾ ICDS ഓഫീസർമാർ CDPOമാരൊക്കെ അവിടെ ട്രെയിനിങ്ങിന് വരാറുണ്ട്. അപ്പം ഈ ഒരു ആക്ട് ഒരു പ്രധാനമായ ഒരു നിയമമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പല രീതിയിലുള്ള ആസ്പദമായിട്ട് പല രീതിയിലുള്ള ലൈംഗിക അതിക്രമം, അത് ഒരു ശാരീരികം മാത്രമല്ല, അതിൻ്റെ കുറേ കണ്ടൻസ് ഉണ്ട്. എന്തൊക്കെ അതിൽ വരാം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ട് ഈ നിയമം ശക്തമായി തന്നെ സ്ത്രീകൾക്ക് ഒരു വലിയൊരു സുരക്ഷാ കവചം നൽകുക തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസംബർ 9, 2013 ഈ നിയമം നിലവിൽ വരികയാണ്. ഡിസംബർ 9, 2013 ഈ നിയമം നിലവിൽ വരുന്നത്. ഈ ആക്ടിൽ പ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ലൈംഗിക അതിക്രമം നേരിട്ടാൽ കൂടിയും ശക്തമായൊരു
സംവിധാനം, ഈ ലൈംഗിക അതിക്രമത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള സംവിധാനം, അതുവഴി പരാതിക്കാരിക്ക് ഒരു പരിഹാരം നൽകുകയും ചെയ്യുകയാണ് ഏറ്റവും പ്രധാനമായ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നു. അത് വിശാഖ ഗൈഡ് ലൈൻസും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ നിയമം നിലവിൽ വരുന്നത്. അപ്പോൾ ഇത് ക്രിമിനൽ അമെൻമെൻറ്റ് ആക്ട് 2013 നിർഭയ ഇൻസിഡൻറ്റിന് ശേഷം കുറേ ക്രിമിനൽ നിയമങ്ങളിൽ ശിക്ഷകളൊക്കെ അധികമായി കൂട്ടുകയും കുറച്ച് സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കുന്ന രീതിയിലുള്ള പുതിയ പുതിയ ക്രിമിനൽ നിയമ ചട്ടങ്ങൾ വരികയും ചെയ്തു. അതിൻ്റെ ഭാഗമായ കമ്മിറ്റിയിൽ അധ്യക്ഷനായ ജസ്റ്റിസ് JS വർമ്മയാണ് പിന്നെ ഇതിൻ്റെ ഈ ആക്ടിൻ്റെ ഒരു കുറച്ചും കൂടി ഒരു നിയമമായി തന്നെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന രീതിയിൽ ശുപാർശ കൊണ്ടുവരികയും അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഈ പറഞ്ഞ ഫെബ്രുവരി 2013 ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ നടന്ന് രാജ്യസഭ കൂടി പാസ്സായിട്ട് ഈ നിയമം നിലവിലെത്തുകയും ചെയ്യാൻ സഹായിച്ചതും JS വർമ്മയാണ് അന്ന് വിശാഖ കേസിൽ വിധി പറഞ്ഞതും ജസ്റ്റിസ് JS വർമ്മ തന്നെ ആയിരുന്നു. അപ്പം സേഫ് ആൻഡ് റെസ്പെക്ട്ഫുൾ എൻവയോൺമെൻറ്റ് ഫോർ വിമൻ ആണ് പ്രധാനമായിട്ട് ഉദ്ദേശം. ഇനി ആക്ട് നോക്കാം. ചാപ്റ്റർ 1 പ്രിലിമിനറി ആയിട്ട് പറയുന്നത് ആക്ടിൻ്റെ പേരാണ് പറയുന്നത്. എല്ലാം ഇറ്റ് എക്സ്റ്റെൻസ് ഹോൾ ഓഫ് ഇന്ത്യ മുഴുവനായിട്ട് ഇത് വ്യാപിച്ചിട്ടുണ്ട്. കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ December 9, 2013. ഇവിടെ ഏറ്റവും പ്രധാനമായ പോയിന്റ് December 9, 2013 ഈ നിയമം നിലവിൽ വരുന്നത്. തുടർന്ന് ഇത് ഏറ്റവും പ്രധാനമായ ഡെഫിനിഷൻസ് നോക്കണം. അഗ്രീവ്ഡ് വിമൻ എന്ന് പറയും. സങ്കടകക്ഷിയായ സ്ത്രീ എന്ന് മലയാളത്തിലോട്ട് മാറ്റും, അല്ലെങ്കിൽ പരാതിക്കാരി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം സങ്കട ഹർജി എന്നൊക്കെ എന്നുള്ളത് അഗ്രീവ്ഡ് അല്ലേ, പെറ്റീഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പം അഗ്രീവ്ഡ് വിമൻ എന്ന് പറയുമ്പോൾ ആരാണ് ഇതിലെ പരാതിക്കാരി എന്ന് പറയും? എ വിമൻ എംപ്ലോയിഡ് ഓർ നോട്ട് ഹു അലജസ് സെക്ഷൽ ഹറാസ്മെൻറ്റ് അറ്റ് എ വർക്ക് പ്ലേസ് ഓർ എ വിമൻ എംപ്ലോയിഡ് ഇൻ എ ഡ്വെല്ലിംഗ് പ്ലേസ് ഓർ ഹൗസ് എന്നാണ് പറയുന്നത്. അപ്പം ഒരു തൊഴിലിടങ്ങളിൽ ഒരു തൊഴിലിടത്ത് ലൈംഗിക അതിക്രമത്തിന് വിധേയയായ ഒരു സ്ത്രീയാണ് അഗ്രീവ്ഡ് വിമൻ എന്ന്. അപ്പോൾ തൊഴിലിടം എന്ന് പറഞ്ഞാൽ തൊഴിലിടം മാത്രവുമല്ല, ഓരോ വിമൻ എംപ്ലോയിഡ് ഇൻ എ ഡ്വെല്ലിംഗ് പ്ലേസ് ഓർ ഹൗസ്, വീട്ടിൽ ഇപ്പോൾ വീട്ടു ജോലിക്കായിട്ട് വരുന്ന ഹൗസ് മെയ്ഡ് എന്ന് പറയുന്ന അല്ലേ, അവരും എന്താണ് നിയമപ്രകാരം അവർക്കും പ്രൊട്ടക്ഷൻ കിട്ടും, സംരക്ഷണം കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ഒരു ഡെഫിനിഷൻ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അതാത് ഉചിതമായ സർക്കാർ, അത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഡിപ്പെൻഡിങ് ഓൺ വർക്ക് പ്ലേസ്. ലൈംഗിക അതിക്രമം ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലാണ് നടക്കുന്നതെങ്കിൽ അവരത് എന്താണ് പരാതി എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് പോകുന്നത്. സർവീസ് റൂൾ ചട്ടങ്ങൾ ആർക്കാണ്? കേന്ദ്ര സർവീസ് റൂൾ ചട്ടങ്ങളായിരിക്കും അവർക്ക് ബാധകമായിരിക്കുക. സംസ്ഥാന സർക്കാരാണെങ്കിൽ അങ്ങനെ. അതുകൊണ്ടാണ് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡിസ്ട്രിക്ട് ഓഫീസറുണ്ട്. എല്ലാ ജില്ലകളിലും ഈ ആക്ടിൻ്റെ നടത്തിപ്പിനായിട്ട് ഇതെല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ നോക്കാനായിട്ട് സംസ്ഥാന സർക്കാരുകൾ എല്ലാ ജില്ലയിലും ഒരു ഡിസ്ട്രിക്ട് ഓഫീസറിനെ വയ്ക്കും. ആ ഡിസ്ട്രിക്ട് ഓഫീസർ പൊതുവെ ഒരു ഡിസ്ട്രിക്ട് കളക്ടറോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റോ ആയിരിക്കും. ഡൊമസ്റ്റിക് വർക്കർ, വിമൻ എംപ്ലോയിഡ് ഫോർ ഹൗസ് ഹോൾഡ് വർക്ക് ഫോർ റെമ്യൂണറേഷൻ. ഡൊമസ്റ്റിക് വർക്കറാണ്, ഗാർഹിക തൊഴിലാളി എന്ന് പറയും. വീട്ടുജോലിക്ക് വരുന്ന സ്ത്രീ, അവർക്ക് റെമ്യൂണറേഷനിലൂടെ അവർ വീട്ടുജോലികൾ ചെയ്യാൻ വരുന്നവരെ ഗാർഹിക തൊഴിലാളി എന്ന് പറയുന്നത്. എംപ്ലോയി ഏറ്റവും പ്രധാനമായ ഒരു ഡെഫിനിഷനാണ്. എംപ്ലോയി എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ എംപ്ലോയിഡ് അറ്റ് എ വർക്ക് പ്ലേസ് ഓൺ വേരിയസ് ബേസസ്. തൊഴിലാളി എന്ന് പറയുമ്പോൾ സ്ത്രീകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻക്ലൂഡിങ് റെഗുലർ, ടെമ്പററി, വോളണ്ടറി ആൻഡ് ഇൻക്ലൂഡ്സ് കോ വർക്കേഴ്സ്, കോൺട്രാക്ട് വർക്കേഴ്സ്, ട്രെയിനീസ് എക്സെട്ര. എംപ്ലോയി ഈ പറയുന്ന തൊഴിലാളി എന്നതിൻ്റെ ഡെഫിനിഷൻ കുറച്ച് വ്യാപ്തിയുള്ളതാണ്. വേരിയസ് ബേസിസ്. ഇപ്പം ഒരു തൊഴിലിടം സന്ദർശിക്കുന്ന സ്ത്രീയാണെങ്കിൽ കൂടിയും ആ സന്ദർശക വിസിറ്റർ ഈസ് ഓൾസോ എ എംപ്ലോയി ആൻഡ് വിസിറ്ററിനെയും ഒരു എംപ്ലോയി എന്ന ഡെഫിനിഷനിനകത്താണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ ഒരു സന്ദർശക ഇപ്പോൾ ഒരു ഓഫീസിൽ അവരുടെ വില്ലേജ് സംബന്ധമായിട്ട് സേവനങ്ങൾക്ക് വരികയും ആ വില്ലേജ് ഓഫീസിൽ നിന്നും ഒരു അപമര്യാദയായ ലൈംഗിക അതിക്രമത്തിൻ്റെ ഒരു കാര്യം നടക്കുകയും അങ്ങനെയാണെങ്കിൽ ആ സന്ദർശകയ്ക്ക് അവിടുത്തെ ICയിൽ പരാതിപ്പെടാവുന്നതാണ്. ആ പരാതിയുമേൽ ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പം ആ വിസിറ്ററും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. അപ്പോൾ അതിൽ വിസിറ്റർ എന്നൊരു വാക്ക് കൂടി ഞാനിതിൽ ചേർക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് വെക്കണം. ഇൻക്ലൂഡിങ് റെഗുലർ, സ്ഥിരമായിട്ട് ജോലിയുള്ളവരോ, ടെമ്പററി, താൽക്കാലിക അടിസ്ഥാനത്തിലോ, സ്വമേധയാ ജോലി ചെയ്യുന്നതോ, അത് പൈസ കൈപ്പറ്റിയോ അല്ലാതെയോ, അപ്രൻറ്റിസ് ആയിട്ടോ, ഇൻറ്റേൺഷിപ്പിൻ്റെ ബേസിൽ അവിടെ വന്ന് വരുന്നതോ, അല്ലെങ്കിൽ ഒരാളുടെ കൂടെ അസിസ്റ്റ് ചെയ്യാനായിട്ട് വരികയോ, കോൺട്രാക്ട് വർക്കേഴ്സായിട്ട് വരികയോ, ട്രെയിനീസ് ആയാലോ, ഇപ്പോൾ ഹരിതകർമ്മസേനയിലെ അവിടുത്തെ ജോലിക്കാരാണെങ്കിൽ കൂടിയോ, അവരെല്ലാം ഈ എംപ്ലോയി എന്ന രീതിയിൽ ഡെഫിനിഷനകത്ത് വരും. വൈഡ് ആംബിറ്റാണ്. എന്തിനാണ്?
അവർക്ക് ഏതെങ്കിലും രീതിയിൽ ലൈംഗിക അതിക്രമം തൊഴിലിടങ്ങളിൽ വരികയാണെങ്കിൽ അവരെല്ലാം കവർ ചെയ്യാനാണ് ഏറ്റവും വൈഡായിട്ടുള്ള ഡെഫിനിഷൻ ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് എംപ്ലോയർ ആര്, തൊഴിൽ ദാതാവ് ആര് എന്നൊരു ചോദ്യമുണ്ട്. സാധാരണ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇൻ ദ കേസ് ഓഫ് ഗവൺമെന്റ് ബോഡീസ്. തൊഴിൽ ദാതാവ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ സർക്കാർ സ്ഥാപനങ്ങളിലാണെങ്കിൽ അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് or person responsible for management, supervision and control in other workplace. കമ്പനി അടിസ്ഥാന പ്രൈവറ്റ് മേഖലകളിലാണെങ്കിൽ സൂപ്പർവൈസിങ് ചെയ്യുന്ന ആളോ മാനേജ്മെൻറ്റ് സൂപ്പർവൈസനോ അല്ലെങ്കിൽ എന്താണ് വർക്ക് പ്ലേസിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ ഉള്ള ആരാണോ ഇൻചാർജ് ആരാണോ അവരൊക്കെ ആയിരിക്കും എംപ്ലോയർ വരിക. ഇറ്റ്സ് ഓൾസോ ഇൻക്ലൂഡ് ദോസ് ഡിസ്ചാർജിങ് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് ആൻഡ് ഇൻഡിവിജ്വൽസ് എംപ്ലോയിങ് ഡൊമസ്റ്റിക് വർക്കേഴ്സ്. മാത്രമല്ല കോൺട്രാക്ച്വൽ ഇപ്പോൾ ഒരു ഏജൻസി മുഖാന്തരം ഒരാളെ തൊഴിൽ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഏജൻ്റായി നിൽക്കുന്ന ആളും തൊഴിൽ ദാതാവ് തന്നെയാണ്. ഡൊമസ്റ്റിക് വർക്കേഴ്സിന് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിന്നും വീടുകളിലേക്ക് ജോലിക്കൊക്കെ കൊടുക്കുന്നില്ലേ, ആ തൊഴിൽ സർവീസിൻ്റെ രീതിയിൽ കൊടുക്കുന്നില്ലേ, അതും എന്താണ് അവരും തൊഴിൽ ദാതാക്കൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇനി ഇന്റേണൽ കമ്മിറ്റി ഏറ്റവും പ്രധാനമായ ഒരു ഡെഫിനിഷനാണ് ഇതിനകത്ത്. സെക്ഷൻ 4 ഇന്റേണൽ കമ്മിറ്റി എന്താണ് എന്ന് പറയുന്നത്. ലോക്കൽ കമ്മിറ്റിയെ സംബന്ധിച്ച് സെക്ഷൻ 6 പറയുന്നത്. ലോക്കൽ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. സെക്ഷൻ 6 പ്രകാരമാണ് ലോക്കൽ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സെക്ഷൽ ഹറാസ്മെന്റ് എന്തൊക്കെ വരാം എന്ന് ഏറ്റവും പ്രധാനമായ കാര്യമാണ്. സെക്ഷൽ ഹറാസ്മെന്റ് ഇൻക്ലൂഡ്സ് unwelcome act or behaviors such as physical contact and advances, demand for sexual favors, sexually colored remarks, showing pornography, and any other unwelcome physical, verbal or non-verbal conduct of sexual nature. എല്ലാം ഇതിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. സെക്ഷൽ ഹറാസ്മെന്റ് അൺവെൽക്കം ആക്ട് ഓർ ബിഹേവിയേഴ്സ് സച്ച് ആസ് ഫിസിക്കൽ കോണ്ടാക്ട് ആൻഡ് അഡ്വാൻസസ്. ശാരീരികപരമായിട്ടുള്ള സ്പർശനമോ അല്ലെങ്കിൽ സ്പർശിക്കുവാനുള്ള ഒരു വെമ്പലോ, അത് ഏതാണ് പുരുഷന്മാരുടെ നിന്നോ സ്ത്രീയിൽ നിന്നോ ആകാം. പരാതിക്കാരി എപ്പോഴും സ്ത്രീകൾ തന്നെ ആയിരിക്കും. എന്നാൽ കുറ്റം ചെയ്യുന്നവർ സ്ത്രീകളോ പുരുഷന്മാരോ ആകാം സെക്ഷൽ ഹറാസ്മെൻറ്റിൽ. ഇപ്പം ഒരു പ്രത്യേക ലൈംഗിക ഉദ്ദേശത്തോടു കൂടി തൊടുക, അല്ലെ തൊടാനായിട്ട് അഡ്വാൻസ് ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില സിനിമകളിലൊക്കെ ഇപ്പോൾ ഒരു ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, പിറകെ വന്ന് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നു, അത് ചേർന്ന് നിൽക്കുന്നു, എത്തി നോക്കുന്നു, അതും സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ്. ജസ്റ്റ് ശാരീരികമായി എന്താണ് അഡ്വാൻസ് ചെയ്യണം, അതും ഉണ്ട്. അത് മാത്രമല്ല ഇതും വരുന്നുണ്ട്. ഡിമാൻഡ് ഫോർ സെക്ഷൽ ഫേവേഴ്സ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ചില സിനിമകളിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ഇപ്പം കല്യാണരാമനിലൊക്കെ നമ്മൾ സിനിമയായിട്ട് കണ്ടാൽ മതി എന്ന് പറയും. പക്ഷെ അതിൽ കുറച്ചുകൂടെ ചിന്തിക്കുമ്പോൾ ഉണ്ട് അല്ലേ. ഇപ്പോൾ എന്താണ് സലീം കുമാറിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, മൗനം സമ്മതം എന്ന് പറയുന്ന പോലെ ഡിമാൻഡ് ഫോർ സെക്ഷൽ ഫേവേഴ്സ് എന്നതിൻ്റെ കാര്യമായിട്ട് പറയുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം സഹകരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വാക്കുകളും പ്രശ്നമാണ്. വെർബൽ അതിൽ പറഞ്ഞു വരുന്നുണ്ട്. എന്താണ് ഈ സഹകരിക്കുകയാണെങ്കിൽ ഈ മണിയറെ നമുക്കൊരു ഇതാക്കാമെന്നൊക്കെ പറഞ്ഞ ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതും സെക്ഷലി കളേർഡ് റിമാർക്സ് ആണ്. അത് പറയുന്ന പോലെ മൗനം സമ്മതം. അപ്പം നീ ഇത് ചെയ്യുകയാണെങ്കിൽ നിൻ്റെ പ്രൊമോഷൻ്റെ കാര്യത്തിൽ ഞാനൊന്ന് പരിഗണിക്കാം. അടുത്ത പ്രൊമോഷൻ ലിസ്റ്റിൽ ഫസ്റ്റ് പേര് നിൻ്റെ ആയിരിക്കും. നീ കാണേണ്ട പോലെ കണ്ടാൽ എന്നൊക്കെ പറയുന്നതൊക്കെ ശരിക്കും സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ അകത്ത് വരുന്ന കാര്യമാണ്. സെക്ഷലി കളേർഡ് റിമാർക്സ്. നിങ്ങൾ കല്യാണം കഴിച്ച് അയ്യോ കണ്ടാൽ അത്രയും പറയൂലല്ലോ, നല്ല വളർച്ചയുണ്ടല്ലോ എന്ന് ശരീരത്തിൽ നോക്കി പറയുന്നത്. പിന്നെ എന്താണ് 3 പെറ്റതാണെന്ന് പറയേയില്ല, നല്ല വിളനിലമാണ് എന്നൊക്കെ പറയുന്ന ഡയലോഗുകൾ. ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞതല്ല, പുറത്തു നിന്നൊക്കെ കേട്ട് നമുക്ക് കിട്ടുന്ന, നമ്മൾ ക്ലാസ്സിൻ്റെ ഒക്കെ ഭാഗമായിട്ട് കിട്ടുന്ന പരാതികളുടെ ബേസിസിൽ പറയുന്നതാണ്. അപ്പം അതും സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നെ സെക്ഷലി കളർ റിമാർക്സ് കണ്ടു. ഡിമാൻഡ് ഫോർ, പിന്നെ ത്രട്ടൻ ചെയ്യും. ഇത് സഹകരിച്ചില്ല എങ്കിൽ നിന്നെ ജോലിയിൽ നിന്നെ പുറത്താക്കും. സൂപ്പർവൈസേഴ്സ് വർക്ക് പ്രഷർ അത്രയും നിൻ്റെ തലയിലിടും. ഇതിൻ്റെ കാര്യം ലൈംഗിക ഉദ്ദേശത്തോട് സമീപിക്കുകയും എന്നാൽ അതിന് തയ്യാറാകാതിരിക്കുകയും അതിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അതും സെക്ഷൽ ഹറാസ്മെൻ്റ് ആണ്. ഓക്കെ, ഫേവർ ഇൻ ത്രട്ടനിങ് ഓർ ഇൻ ഫോർ ഫേവേഴ്സ് ആ രീതിയിലും. പിന്നെ ഷോയിങ് പോർണോഗ്രഫി, അശ്ലീലമായിട്ട് അയച്ചു കൊടുക്കുക. ഇത് പറഞ്ഞ പോലെ ബിറ്റ് പോൺ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ, പിക്ചേഴ്സ് അയച്ചു കൊടുക്കുകയാണെങ്കിൽ, ഈവൻ ജനറേറ്റഡ് ന്യൂഡ് പിക്സ് വരെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ എ ഫോം ഓഫ് സെക്ഷൽ ഹറാസ്മെൻറ്റ്. ആൻഡ് അൺവെൽക്കം ഫിസിക്കൽ, വെർബൽ ഓർ നോൺ വെർബൽ കണ്ടക്ട് ഓഫ് സെക്ഷൽ നേച്ചർ. ആ വാക്കുകളിൽ ചിലപ്പോൾ ഈ പറയുന്ന ലൈംഗിക ചൊവ്വയുള്ള ഒരു ശാരീരികപരമായിട്ടോ വാക്കുകൊണ്ടോ
എന്താണ് ആംഗ്യം കാണിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ എന്താണ് ഈ ലൈംഗിക ചൊവ്വയോടുകൂടി അത് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരും. ഇപ്പോൾ നിങ്ങൾ ഇത് ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ലോയും കൂടിയാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ വാക്കുകളൊക്കെ കറക്റ്റ് ശ്രദ്ധിച്ച് പഠിച്ചോണം. PSC പരീക്ഷയെ നമ്മൾ മുന്നോട്ട് കാണണം. അപ്പം ഫിസിക്കൽ കോണ്ടാക്ട് അഡ്വാൻസസ്, ഡിമാൻഡ് ഫോർ സെക്ഷൽ ഫേവേഴ്സ്, സെക്ഷലി കളർഡ് റിമാർക്സ്, ഷോയിങ് പോർണോഗ്രഫി, എനി അതർ അൺവെൽക്കം ഫിസിക്കൽ, വെർബൽ ഓർ നോൺ വെർബൽ കോണ്ടാക്ട് ഓഫ് സെക്ഷൽ നേച്ചറിനെ സെക്ഷൽ ഹറാസ്മെൻ്റ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. മാത്രമല്ല സെക്ഷൻ 75 ഓഫ് BNSലും ഇത് പറയുന്നുണ്ട് സെക്ഷൽ ഹറാസ്മെൻറ്റിനെ പറ്റിയിട്ട്. സെക്ഷൽ ഹറാസ്മെൻറ്റ് ഒരു ക്രൈമുമാണ്. ഇപ്പം ഈ നിയമപ്രകാരം തൊഴിലിടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അച്ചടക്ക നടപടികൾ വരും. മാത്രമല്ല ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 75 പ്രകാരം ഒരു ക്രൈമായിട്ട് നിലനിൽക്കുന്നു. അൺവെൽക്കം ടച്ചിങ് ഓർ അതർ ഫിസിക്കൽ കോണ്ടാക്ട്, ആസ്കിങ് ഓർ ഡിമാൻഡിങ് സെക്സ് ഓർ എനി അതർ സെക്ഷൽ ആക്ടിവിറ്റി, മേക്കിംഗ് റിമാർക്സ് വിച്ച് ആർ ഓഫ് സെക്ഷൽ നേച്ചർ. പിന്നെയോ ഷോയിങ് പോർണോഗ്രാഫിക് മെറ്റീരിയൽസ് വിച്ച് മേ ഇൻക്ലൂഡ് വീഡിയോ, മാഗസീൻ, ബുക്സ്. നമുക്ക് സെക്ഷൽ ഹറാസ്മെൻറ്റിൽ ഈ ഡെഫിനിഷൻ ഇത് ഏകദേശം തുല്യം തന്നെയാണ്. ഏകദേശം ഓൾമോസ്റ്റ് 99.9% ദ ഡെഫിനിഷൻ ഈസ് വെരി ഈക്വൽ ടു എന്താണ് സെക്ഷൽ ഹറാസ്മെൻറ്റ് ഇൻ വർക്ക് പ്ലേസും സെക്ഷൽ ഹറാസ്മെൻറ്റ് ഇൻ ഭാരതീയ ന്യായ സംഹിതയും ഓൾമോസ്റ്റ് ഈക്വൽ തന്നെയാണ്. ഇത് തന്നെയാണ് മെയിനായിട്ട് വരുന്നത്. നമുക്ക് അൺവെൽക്കം ടച്ചിങ് ഓർ അതർ ഫിസിക്കൽ കോണ്ടാക്ട്, ആസ്കിങ് ഓർ ഡിമാൻഡിങ് സെക്സ് ഓർ എനി അതർ സെക്ഷൽ ആക്ടിവിറ്റി. ചെയ്തു തരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ മേക്കിംഗ് റിമാർക്സ് വിച്ച് ആർ ഓഫ് എ സെക്ഷൽ നേച്ചറായിട്ട് സിനിമകളിലൊക്കെ വരുന്ന ഡയലോഗുകൾ, നമ്മൾ ചിരിച്ച് തള്ളിയ ഡയലോഗുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. ഷോയിങ് പോർണോഗ്രാഫിക് മെറ്റീരിയൽ വിച്ച് മേ ഇൻക്ലൂഡ് വീഡിയോസ്, മാഗസീൻ, ബുക്സ് എക്സെട്ര അല്ലേ. അപ്പം ഇതുമായിട്ട് പോകുന്ന അശ്ലീലമായ സാഹിത്യം, അശ്ലീലമായ വീഡിയോസ്, അശ്ലീലമായ ബുക്കുകൾ അതൊക്കെ ഷെയർ ചെയ്യുക വിത്തൗട്ട് കൺസെൻറ്റ്. ഇപ്പം പ്രായപൂർത്തിയായ രണ്ടുപേരും കൺസെൻറ്റ് ഉണ്ടെങ്കിൽ അത് യാതൊരു വിഷയവുമില്ല. പക്ഷേ കൺസെൻ്റ് ഒന്നുമില്ല, അതിനു വേണ്ടി ഒരു സെക്ഷൽ ഫേവർ വിത്ത് ആൻ ഇൻറ്റൻഷൻ ടു ഹറാസ്, സെക്ഷലി ഹറാസ് എന്ന രീതിയിൽ ചെയ്യുമ്പോൾ ഇതെല്ലാം പ്രശ്നകരമായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പം BNSും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? BNSലെ സെക്ഷൽ ഹറാസ്മെൻറ്റ് വർക്ക് പ്ലേസ് മാത്രം ലിമിറ്റഡ് അല്ല. അത് എവിടെ വെച്ച് നടന്ന ആര് ചെയ്താലും അവർക്കെതിരെ ഈ ലൈംഗികാതിക്രമത്തിന് കേസ് കൊടുക്കാം. ഈവൻ ഇപ്പോൾ ഈ അതിജീവിതയെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, അത് വാർത്തകളിലൊക്കെ വരുന്ന ഈ ഇടയിലൊക്കെ പ്രമാദമായ സംഭവങ്ങൾ അതിജീവിതയെ പറ്റി ഡിസ്കസ് ചെയ്യും, അവരുടെ പേര് റിവീൽ ചെയ്യും, അവരെ വീണ്ടും അവരെ ക്രൂശിക്കുകയും ചെയ്യുന്ന അവരുടെ സ്വഭാവം കൊണ്ടാണ് അവരിങ്ങനെ ആകുന്നതെന്നൊക്കെ പറയുന്നതും ലൈംഗിക അതിക്രമത്തിൻ്റെ അകത്ത് വരുന്ന കാര്യം തന്നെയാണ്. So the BNS is not limited to sexual harassment at workplace but punishes the harassment done anywhere. എവിടെ വെച്ച് ഇതേപോലത്തെ ലൈംഗിക അതിക്രമം ചെയ്താലും അത് പണിഷബിൾ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ക്രിമിനൽ കേസായിട്ട്, ക്രിമിനൽ കംപ്ലൈൻ്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്യാവുന്നതാണ്. അത് ഈ പ്രധാനമായിട്ടും പോലീസ് കേസായിട്ട് പോയി പിന്നെ കോടതിയിൽ പോയി അങ്ങനെ അത് അഡ്രസ്സ് ചെയ്യും. എന്നാൽ ഈ സ്പെഷ്യൽ ലോ ആകുന്ന ഈ പോഷ് ആക്ട് എന്ത് വരുന്നു? ഓപ്ഷൻ ഓഫ് സീക്കിംഗ് സിവിൽ റെമഡീസ് ആൻഡ് ഡാമേജസ് ഇൻവോൾവിംഗ് യുവർ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ. ഓഫീസിൽ അവിടുത്തെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന അല്ല അവിടുത്തെ കൂടെ സഹപ്രവർത്തകനിൽ നിന്നോ അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഓഫീസ് തൊഴിലിടത്തിൽ നിന്നുമാണ് ഈ ലൈംഗിക അതിക്രമം വരുന്നുവെങ്കിൽ അവർക്കെതിരെ ഓഫീസ് പരമായ അച്ചടക്ക നടപടികൾ എടുക്കാനായിട്ടൊക്കെ പരാതി ആ രീതിയിലും മൂവ് ചെയ്യാനായിട്ട് പോഷ് ആക്ട് പ്രകാരം നടക്കും. BNSലാണെങ്കിൽ ആർക്കെതിരെ വേണമെങ്കിലും ഈ ഒരു സംഭവം നടന്നാൽ പരാതിപ്പെടാവുന്നതാണ് പോലീസ് സ്റ്റേഷനിൽ. The punishment for the first 3 kinds of sexual harassment is 3 years as compared to the 4th type, which is of 1 year. ആദ്യത്തെ 3 പ്രാവശ്യം ഫിസിക്കലി ടച്ച് ചെയ്യാനോ അഡ്വാൻസ് ചെയ്യാനോ ശ്രമിക്കുകയാണെങ്കിലോ അൺകണ്ടക്ട് ബിഹേവിയർ, ഡിമാൻഡിങ് സെക്സ് അതൊക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ 3 വർഷം വരെ തടവ് ശിക്ഷയും, 4ാമത് സെക്ഷലി കളേർഡ് റിമാർക്സ് വാക്കുകൾ കൊണ്ട് പറയുന്നതിന് 1 വർഷം തടവ് ശിക്ഷയുമാണ് ലഭിക്കുന്നത്. ക്രിമിനൽ കുറ്റം തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് പറയുക. ഈ ആക്ടിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ തമാശയ്ക്ക് പറഞ്ഞാൽ ഇതൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഈ ഒരു ഷോർട്ട് ഫിലിമുണ്ട് അസംഘടിതർ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമുണ്ട്. വിജി പെൺകൂട്ടൻ എന്നൊക്കെ അവരൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ്. അവരുടെ ഒരു ഷോർട്ട് ഫിലിമാണ്. നിങ്ങളത് കണ്ടു നോക്കൂ. അതിനകത്ത് നമുക്ക് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പം ആ ഒരു കാര്യവും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് 1 year സെക്ഷലി കളേർഡ് റിമാർക്സും 1 വർഷം വരെ തടവ് ശിക്ഷ. എന്ത് പ്രകാരം? BNS പ്രകാരമാണ് ഈ തടവ് ശിക്ഷയൊക്കെ വരിക. പോഷ് ആക്ട് പ്രകാരം വരുന്നത് ഓഫീസ് അച്ചടക്ക നടപടി, അത് IC ആണ് അത് എടുക്കുന്നത്. ഓക്കെ അല്ലേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു.